ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഡിഫൈൻ ചെയ്യാനൊക്കെ കുറെ പേര് ഒരുപാട് നാൾ നടന്നൊക്കെയാണ്. പക്ഷെ ആ ഡെഫിനേഷൻ്റെ ഒന്നും ആവശ്യമില്ല. ഇറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ. അപ്പോ ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ഹർ. ഐ എം എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ഫോർ ജാസ്മിൻ ഇൻ മൈ ലൈഫ്. ഞാൻ മാത്രം ബാച്ചുലർ ഉള്ളൂട്ടോ. എന്റെ കല്യാണം ഞാനും ബാച്ചുലർ അല്ലേ? നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കുന്നത്? ലിവിംഗ് ടുഗദർ അല്ലേ? ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്താ പറയുന്നത്, ജാസ്മിനെയും ഗബ്രീനെയും കുറിച്ചാണ്. നമുക്കറിയാം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോ. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ആ ടൈമിൽ TRP കിട്ടിയിരിക്കുന്നത് ഈ ജാസ്മിന്റെ ഒക്കെ ഷോ, അതായത് അവരുടെ ആ ടൈമിൽ തന്നെയാണ് ഏറ്റവും നല്ല പീക്ക് ലെവലിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിന്റെ ഒക്കെ അന്നത്തെ പെർഫോമൻസ് അതേപോലെയായിരുന്നു. സത്യം പറഞ്ഞ പെർഫോമൻസ് അല്ല, അവസാനം വന്നപ്പോൾ ആ കുട്ടി അതിനകത്ത് ജീവിക്കുക തന്നെയായിരുന്നു. സാധാരണ ഈ ജാസ്മിന്റെ വളർച്ച എന്ന് പറയുമ്പോൾ ഇതിന് പെട്ടെന്ന് ഉണ്ടായ ഒരു വളർച്ചയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. പെട്ടെന്ന് ഒരു ബ്യൂട്ടി ബ്ലോഗറായിട്ട് പ്രത്യക്ഷപ്പെടുന്നു. അതായത് ഒന്നുമില്ലാത്തൊരു ഫാമിലിയിൽ നിന്ന് വന്ന ഒരാളാണ് ഈ പറഞ്ഞ ജാസ്മിൻ. കുട്ടിയുടെ ഫാമിലിക്ക് വേണ്ടിയാണ് ആ പെൺകുട്ടി ഇതിന് എന്താ പറയാ, ഈ യൂട്യൂബിൽ ഒരു ചാനൽ തുടങ്ങുന്നു. അത് പെട്ടെന്ന് റീച്ച് ആവുന്ന ആ പെൺകുട്ടിയുടെ ടോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. അങ്ങനെ പെട്ടെന്നാണ് ആ പെൺകുട്ടി വളർന്നത്. പെട്ടെന്ന് തന്നെ എനിക്ക് തോന്നുന്നത് പെട്ടെന്ന് തന്നെ ആ പെണ്ണ് ബിഗ് ബോസിലും വന്ന് എത്തിച്ചേർന്നു. അത് കഴിഞ്ഞിട്ടാണ് ഇവരുടെ യഥാർത്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടി സത്യം പറഞ്ഞാൽ അവർ പാവമാണ്. കാരണം ഞാൻ ആ ഷോ, ഈ ഇവരുടെ ജിൻഡോന്റെ ഒക്കെ ഷോ ഉണ്ടല്ലോ, ആ ടൈമിൽ ഞാൻ ഒരുപാട് ഇരുന്ന് കണ്ടിട്ടുള്ള ഷോ. എനിക്കൊന്നും ഞാൻ ഈ പറയുന്ന മാരാറിന്റെ സീസൺ മുതൽ ഞാൻ ബിഗ് ബോസിന്റെ ഒരു സ്ഥിരം വ്യൂവറാണ്. കാരണം എന്റെ ഫാമിലിയിലെ എന്റെ ഹസ്ബൻഡൊക്കെ കണ്ടിന്യൂസ്ലി ഇന്ന് കാണുന്ന ഒരു പ്രോഗ്രാം തന്നെയാണ്. പിന്നെ അതിന്റെ കൂടെ പുള്ളിക്കാരന്റെ കൂടെ ഇരുന്ന് ഞാൻ കണ്ടു തുടങ്ങിയതാണ് ഈ ബിഗ് ബോസ് എന്ന ഷോ. അത് ഈ കാണാൻ തുടങ്ങിയത് മാരാറിന്റെ ആ ഇതുണ്ടല്ലോ, അത് മുതലാണ് കാണാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ളത് അന്നത്തെ ഏറ്റവും നമുക്ക് സത്യം പറഞ്ഞാൽ ഈ എന്താ പറയുക, ഈ ജാസ്മിന്റെ ഒക്കെ ആ ഒരു ടൈം ഉണ്ടല്ലോ, നമ്മൾ ശരിക്കും ജാസ്മിനെ ഇഷ്ടപ്പെടുന്നവർ പോലും ജാസ്മിനെ അത്രയ്ക്ക് വെറുത്തു, അത്രയും കാട്ടിക്കൂട്ടില്ല. അതിനെല്ലാത്തിനും കാരണം എന്ന് പറഞ്ഞാൽ ഈ ഗബ്രി എന്ന് പറയുന്നവര്. ഈ ജാസ്മിന്റെയും ഗബ്രീന്റെയും ഒരു എന്താ പറഞ്ഞത്, അവരുടെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇടക്കിടക്ക് വന്ന് പറയണം ഞങ്ങൾ സിംഗിൾ ആണ് എന്ന് പറഞ്ഞിട്ട് ഇവര്. അതായത് ഈ പറയുന്ന എന്താ പറയുക, ഈ ജാസ്മിൻ എന്ന് പറയുന്ന വ്യക്തി എന്ന് പറയുമ്പോഴത്തേക്കും പുള്ളിക്കാർ സ്വന്തം ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. കാരണം ആ കുടുംബത്തിനെ ഒരു കരക്ക് എത്തിച്ചത് ഈ പെൺകുട്ടിയാണ്. പക്ഷെ അതിന്റെ എനിക്ക് തോന്നുന്ന ബിഗ് ബോസ് ഷോയുടെ ഒരു ലാസ്റ്റ് ടൈമിലൊക്കെ ആ പെൺകുട്ടി എന്താ കാണിച്ചു കൂട്ടിയത് നമുക്കൊന്നും എന്താ പറയണത് ചിന്തിക്കാനേ പറ്റത്തില്ല. നമ്മൾ ആദ്യം വിചാരിച്ചു എന്തൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ജാസ്മിൻ ആ ബിഗ് ബോസ് ഷോയിൽ പ്രത്യേകം എന്തോ ഒരു ഇതുണ്ട്, ഒരു പ്രത്യേക റോൾ ഉണ്ടെന്ന് വരെ നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു സമയമുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ ജാസ്മിന്റെ വീട്ടുകാരെ പ്രത്യേകം അതിനകത്ത് കേട്ടുന്നു. അതുപോലെ തന്നെ ജാസ്മിന്റെ ഫാദറിന്റെ കോള് വരുന്നു. കാരണം എന്ന് വെച്ചാൽ ജാസ്മിൻ അതേപോലെ നാണം കെട്ടോണ്ടിരിക്കണായിരുന്നു. ജാസ്മിൻ എന്താ കാണിക്കണമെന്ന് ജാസ്മിൻ തന്നെ അറിയത്തില്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് അറിയത്തില്ല, വാഴയിലൊക്കെ പോയിട്ട് ജാസ്മിൻ ഗബ്രി എന്ന് പറഞ്ഞ് പേരെഴുതുന്നു. അതുപോലെ ഗബ്രി ഔട്ടായി പോയപ്പോഴത്തേക്കും ഗബ്രീനെ കാത്തിരിക്കുന്ന ജാസ്മിൻ. പിന്നെ മുതലേ ജാസ്മിൻ അല്ലാതായി മാറുന്ന ഒരു സീൻ. എന്തോ ശരിക്കും അവിടെ വെച്ച് ഈ പറഞ്ഞ ജാസ്മിന്റെ ഒരു ഡിപ്രഷൻ സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തതാണ്. എന്നാ പ്രണയമാണോ എന്ന് ചോദിച്ചാൽ പ്രണയം അല്ലെന്നും പറയും. എന്നാ എന്തോ ഒരു അർത്ഥമില്ലാത്തൊരു ബന്ധമെന്നും പറയും. അതിനിടയ്ക്ക് ജാസ്മിൻ തന്നെ ഗബ്രിയോട് ചോദിക്കും, ഞാൻ നിന്റെ ഭാര്യയാണോടാ, അങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. ജാസ്മിൻ അറിയത്തില്ല ജാസ്മിൻ അവിടെ എന്താണ് കാണിച്ചു കൂട്ടിയേക്കുന്നത്. നമ്മൾ ലൈവ് കണ്ടവർക്കൊക്കെ അത് മാത്രം മനസ്സിലാവുള്ളൂ, അല്ലെങ്കിൽ എപ്പിസോഡ്സ് കണ്ടവർക്കും ഏകദേശം ഒക്കെ മനസ്സിലാവും. എന്നാലും ലൈവ് ക്ലിയർ ആയിട്ട് കണ്ടേക്കണോണ്ട് തന്നെ എനിക്കൊക്കെ ഏകദേശം ജാസ്മിനോടൊക്കെ ആ ടൈമിൽ ശരിക്കും നന്നായിട്ട് വെറുത്തു വരുന്നു. ഇപ്പൊ സത്യം പറഞ്ഞാൽ ജാസ്മിന്റെ അവസ്ഥ ഓർത്തിട്ട് ഭയങ്കര സങ്കടം തോന്നുന്നുണ്ട്. പുള്ളിക്കാരി എന്തോ ഇപ്പൊ എന്തോ ഒരു ഡിപ്രഷൻ സ്റ്റേജിലൂടെ പുള്ളിക്കാരി ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് ഇടക്ക് ആ ട്രീറ്റ്മെന്റ് പോലും ഒന്ന് റെഡിയാക്കിയൊക്കെ വരണേ ഉള്ളൂ. എന്നാൽ ഈ പറയുന്ന ഇടക്ക് വെച്ച് ഈ ഗബ്രിക്ക് വേണ്ടിയാണ് ഈ ജാസ്മിൻ സ്വന്തം വീട്ടുകാരെ പോലും ഉപേക്ഷിച്ചിട്ട്, അതായത് സ്വന്തം വീട്ടുകാർ പോലും പറയുന്നത് പോലും നമ്മൾ ആ സീസണിൽ നമ്മൾ കണ്ടതാണ്. അവര് പറയണത് ഒന്നും കേൾക്കാതെ ജാസ്മിൻ ഗബ്രിക്ക് വേണ്ടിയായിരുന്നു ആ ഷോയിൽ നിന്ന് പോയത് എല്ലാം. പക്ഷെ ആദ്യം നമ്മളൊക്കെ ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇതൊരു ഡ്രാമ ആയിരിക്കും. പക്ഷെ അതൊരു റിയൽ ഈ ജാസ്മിൻ എന്ന് പറഞ്ഞ പെൺകുട്ടി സത്യം പറഞ്ഞ ആളൊരു എന്താ പറയണ, ഒരു ആ കുട്ടിയുടെ ആ പ്രായത്തിന്റേതായ കുറെ കുഴപ്പങ്ങളൊക്കെ ആ പെൺകുട്ടിക്ക് അതിൽ വെച്ച് സംഭവിക്കുന്നത്. അത് നന്നായിട്ട് ബിഗ് ബോസ് എന്ന് പറഞ്ഞ ടീം നന്നായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. കാരണം അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞ ജാസ്മിൻ എന്ന് പറയുന്ന ആളാണ്. വിന്നർ ജിൻഡോ ഒക്കെ ആയാലും അതിന്റെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ തന്നെയായിരുന്നു. അത്രയും അതായത് അവിടെ അത് കാണിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന ജാസ്മിൻ ഈ ലോങ് വീഡിയോസ് ഒക്കെ എപ്പോഴും ഇട്ടുകൊണ്ടിരുന്ന ജാസ്മിൻ, അത്ര ചില്ലായിട്ട് നടന്നുകൊണ്ടിരുന്ന ജാസ്മിൻ ഇപ്പൊ അങ്ങനെ ലോങ് വീഡിയോസ് ഇടുന്നില്ല. ആ കുട്ടിയുടെ ചാനൽ അത്ര വലിയ ആക്റ്റീവ് അല്ല. ജസ്റ്റ് ഈ കൊളാബ് ചെയ്തേക്കണോണ്ട് തന്നെ കൊളാബിലൊക്കെ വന്നിട്ട് എന്തെങ്കിലും വീഡിയോസ് ഒക്കെ വന്നിട്ടിട്ട് പോകും. അല്ലാതെ ജാസ്മിന്റെ പ്രത്യേകം ഒരു പണ്ടത്തെ പോലെ ഒരു ആക്റ്റീവ് ഒന്നും കാണുന്നില്ല. ഇപ്പൊ അതേപോലെ തന്നെ ഗബ്രി ആണെങ്കിൽ ഇപ്പൊ സിനിമ ഷൂട്ടിന്റെ കാര്യങ്ങളായിട്ടൊക്കെ നടക്കുന്നു. അങ്ങനെ ഓരോന്നായിട്ട് അതായത് ജാസ്മിൻ ഓരോ ഡൗൺ ആയി പോയിക്കൊണ്ടിരിക്കണ, പക്ഷെ ഗബ്രിയാണ് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പറയുന്ന അതിന് നമുക്കൊരു വീഡിയോ ആണ് കേട്ടോ. ഞാൻ മാത്രം ബാച്ചുലർ ഉള്ളൂട്ടോ. എന്റെ കല്യാണം ഞാനും ബാച്ചുലർ അല്ലേ? നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടല്ലേ ജീവിക്കുന്നത്? ലിവിംഗ് ടുഗദർ അല്ലേ? ഞാൻ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണോ എന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണോ എന്നറിയില്ല. ഞാൻ സിംഗിൾ ആണ്. He is single and bachelor and still looking for girls. Yeah. Still. Yeah. Okay.
ഇതിലെ ഷൈൻ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയും ഈ പറയുന്ന ഗബ്രി ലിവിങ് ടുഗദർ ആണ്, അല്ലെങ്കിൽ എന്താണ് ഒരു കമ്മിറ്റഡ് ആണ് എന്ന രീതിയിലാണ് ഈ ഷൈൻ വിചാരിക്കുന്നത്. ഷൈനൊക്കെ അത്ര അറിഞ്ഞിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ഇടയ്ക്ക് വെച്ച് കമ്മിറ്റഡ് ആവും, ഇടയ്ക്ക് വെച്ച് സിംഗിൾ ആവും, അങ്ങനെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന ഈ ഗബ്രി. ഇപ്പൊ ഗബ്രി എന്ന് പറയുമ്പോൾ ഒരു നല്ലൊരു ഫിലിമിലൊക്കെ ഒരു അവസരം കിട്ടിയ ആ പുള്ളിയുടെ ലെവലിൽ അങ്ങ് മാറിക്കൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൂച്ചേന എലീനെ കാണിച്ചിട്ട് കളിപ്പിക്കത്തില്ലേ, അതേപോലെ ഈ ഗബ്രി എന്ന് പറഞ്ഞ വ്യക്തി ഈ ജാസ്മിനിട്ട് തട്ടി കളിക്കുക. ഈ ഗബ്രിക്ക് എന്തെങ്കിലും പറ്റുമ്പോഴത്തേന് പെട്ടെന്ന് ഈ ജാസ്മിൻ ഓടി വരുന്നു, അത് കഴിഞ്ഞിട്ട് അവന്റെ കുറച്ച് ആവശ്യങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അവൻ അവളെ അങ്ങ് ഉപേക്ഷിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അവനെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നു. അങ്ങനെയാണ് ഓരോന്നും നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോഴാണെങ്കിൽ തന്നെ ഈ പറയുന്ന ജാസ്മിൻ ആണെങ്കിലും എന്താ പറയുക, ഒറ്റയ്ക്ക് പോയിട്ട് എറണാകുളത്ത് പോയി താമസിക്കണം, ഒറ്റയ്ക്ക് ഒരു ഫ്ലാറ്റിൽ പോയി താമസിക്കണം, അവിടെയുള്ള ഒരു ജീവിതത്തിൽ കൂടെ കടന്നു പോവുകയാണ്. നമുക്ക് സത്യം പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഫാമിലിയിൽ തന്നെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഒരു ജീവിതം എന്ന് വെച്ചാൽ അവർ ഫാമിലി ആയിട്ട് വീണ്ടും സംസാരമൊക്കെ ഉണ്ടാവുമായിരിക്കും, പക്ഷെ എല്ലാത്തിൽ നിന്നും അകന്ന് മാറി ഒറ്റയ്ക്കുള്ള ഒരു ജീവിതമാണ് ഇപ്പൊ ഈ പറയുന്ന ജാസ്മിൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കതൊക്കെ കാണുമ്പോഴത്തേക്കും എന്താ പറയുക, ആ കുട്ടി ആ ഒരു ഷോ ഉണ്ടല്ലോ ബിഗ് ബോസ് എന്ന ഷോയിൽ പോയപ്പോൾ ആ കുട്ടിയുടെ ആ മൈൻഡ് തന്നെ മെന്റൽ, ആ പെൺകുട്ടി ഭയങ്കരമായിട്ടും പിന്നെ തകർന്നു പോയി തന്നെ പറയാൻ പറ്റും. ഇടക്കിടക്ക് വന്ന് മുമ്പിൽ വന്ന് പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും പക്ഷെ അതൊന്നും എന്താ പറയുന്നത്, ഒരു ആ പണ്ടത്തെ ഒരു ജാസ്മിൻ ഉണ്ടല്ലോ അതല്ല, ആ ജാസ്മിനെ മാറിപ്പോയി, ടോട്ടലി ഷീസ് ചേഞ്ച്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് നോക്കുമ്പോൾ ശരിക്കും ഒരു ഈ ബിഗ് ബോസ് എന്ന ഷോ അവർ ശരിക്കും മുതലെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ ഗബ്രി, എനിക്ക് സത്യം പറയാം ഇപ്പൊ ഈ അന്നേ ഇഷ്ടമല്ലായിരുന്നു ഈ ഗബ്രി എന്ന് ശരിക്കും ഒരു വായി നോക്കിയ കൂട്ടാണ്. അപ്പൊ ഈ ഗബ്രി ഇപ്പോഴും ആ പെൺകുട്ടിനെ പറഞ്ഞോട്ടെ ഞാൻ സിംഗിൾ ആണ്, ഞാൻ മറ്റുള്ളവർ വെയിറ്റിംഗ് ആണെന്ന് ചോദിച്ചപ്പോൾ വെയിറ്റിംഗ് ആണ്, അത് ഞാൻ എന്താണ് മറ്റേ പ്രപ്പോസൽസ് ഞാൻ സ്വീകരിക്കുന്നു എന്ന രീതിയിൽ തന്നെ നിൽക്കുകയാണ്. എന്തൊരവസ്ഥ സത്യം പറഞ്ഞാൽ, ഞാൻ പെൺകുട്ടിയുടെ ജീവിതം നശിപ്പിച്ച തന്നെ സത്യം പറഞ്ഞാൽ ചെറുക്കനാന്ന് തോന്നുന്നു. ഇടക്കിടക്ക് അവളായിട്ട് യാത്ര പോകും, തായ്ലൻഡ്, മലേഷ്യ, അങ്ങനെ പല യാത്രകൾ പോകുന്നു. അതൊക്കെ കാണുമ്പോഴത്തേനും എന്താ പറയുക, അവരുടെ ജീവിതമാണ്, നമുക്ക് കൂടുതൽ എന്താ പറയുക, നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. പക്ഷെ എന്തായാലും ഇതൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ ഈ വന്ന് വീണ്ടും തള്ളി പറയല് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറ്റിമറിച്ചൊരു വ്യക്തി തന്നെയാണ് ഈ ഗബ്രി എന്ന് പറയുന്ന വ്യക്തി. അതിനകത്ത് ഈ സീസൺ നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ എല്ലാവരും പറയുന്നുണ്ട് ഈ ഗബ്രിനെ കുറിച്ച് മോശം അഭിപ്രായം. കാരണം ഇവനൊരു പെണ്ണുമാണ്, അങ്ങനെ പല ഗേൾ ഫ്രണ്ട്സും കാര്യങ്ങളും എല്ലാം ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് സംസാരിക്കുന്നൊക്കെയാണ് ഗബ്രിനെ കുറിച്ച്. ആ സീസൺ ഇതിനെ കുറിച്ച് നമ്മളൊന്നും കൂടുതലൊന്നും പറയുന്നില്ല. എനിക്ക് ഈ പറയുന്ന എന്താ ജാസ്മിനോട് പറയാനുള്ള മെയിൻ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും നല്ലത് നമ്മളെപ്പോഴും സേഫ് ആയിട്ടും സെക്യൂർ ആയിട്ടും നമ്മളിരിക്കും നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ആയിരിക്കും. ആ പാരന്റ്സ് നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അത് ആ ബിഗ് ബോസ് എന്ന ഷോയിൽ ആ വാപ്പ കിടന്ന് പുള്ളിക്കാരന് പറ്റാവുന്ന രീതിയിലൊക്കെ പുള്ളി കിടന്ന് അധ്വാനിച്ചിട്ടുണ്ട് ആ മകളെ ഒന്ന് തിരിച്ചുകൊണ്ട്. അതാണ് ഒരു പാരന്റിങ് എന്ന് പറയുന്നത്. കാരണം മകളെ ആ ഷോയിൽ നിന്ന് മകളെ ഇറക്കി കൊണ്ടുവരാൻ പറ്റത്തില്ല, ഔട്ട് ആയാലേ അവൾക്കൊന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പറയുന്ന അദ്ദേഹം ഒരു ടെഡി ഉണ്ടായിരുന്നു, ആ ടെഡീനെ കൊണ്ട് കൊടുക്കുന്നു, ഈ പറയുന്ന ഗബ്രിയുടെ സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുന്നു. എന്നിട്ട് അപ്പോഴത്തേക്കും ഈ പറയുന്ന ജാസ്മിൻ ഭയങ്കര മെന്റലി വീണ്ടും വീക്ക് ആകുന്നു. ആ ഒരു ശരിക്കും എന്താ പറയുക, പുള്ളിക്കാരി ആകെ തകർന്നായിരുന്നു ആ ബിഗ് ബോസ് എന്ന ആ സീസണിൽ വെച്ച്. ആ കുട്ടി അവിടെ എന്തിനാ വന്നതും കൂടി, എന്തിനു വേണ്ടിയിട്ടാണ് ആ സീസണിൽ വന്നതും കൂടി എന്നുള്ള കാര്യം സത്യം പറഞ്ഞാൽ ഈ ജാസ്മിൻ അവസാനം വന്നപ്പോഴും മറന്നുപോയി. അപ്പൊ കാരണം ആ വാപ്പ അന്ന് കിടന്ന് കഷ്ടപ്പെട്ടതും വാപ്പയുടെ മുഖം മാടുന്നതും വാപ്പയുടെ എന്താ പറയണ ഉള്ളിൽ നിന്ന് പറയുന്ന ഓരോ വാക്കുകളുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഇപ്പോഴും ഉണ്ട്. ആ ഏറ്റവും നല്ലത് ഈ പറയുന്ന ജാസ്മിൻ ചെയ്യേണ്ട വലിയൊരു കാര്യം എന്ന് വെച്ചാൽ ആ വീട്ടിൽ തന്നെ പോയി ആ വാപ്പയുടെ ഉമ്മയുടെ സംരക്ഷണത്തിൽ കഴിയുമ്പോഴത്തേക്കും ജാസ്മിൻ ഇന്ന് റിക്കവർ ആവാൻ പറ്റും. അല്ലാതെ ഇപ്പോഴും ഈ പറയുന്ന ഈ കാണുന്ന ഫ്രണ്ട്സിന്റെ കൂടെ അതിന്റെ ഇടക്കാണെങ്കിൽ മറ്റേ റസ്മിൻ ഉണ്ടല്ലോ, റസ്മിൻ ഈ ഗബ്രിനെ കുറിച്ച് കുറെ കാര്യങ്ങൾ ജാസ്മിനോട് പറഞ്ഞപ്പോഴത്തേക്കും ജാസ്മിൻ അപ്പോഴത്തേക്കും ഈ റസ്മിനായിട്ടുള്ള കൂട്ടുകെട്ടി, അങ്ങനെ പല ഇഷ്യൂസ് ഇതിന്റെ ഇടയ്ക്കൊക്കെ നടക്കുന്നുണ്ട്. സോ അതൊക്കെ പോട്ടെ. അപ്പൊ ഏറ്റവും നല്ലത് നമ്മുടെ പാരന്റ്സിന്റെ കൂടെ ആയിരിക്കും ഏറ്റവും നന്നായിട്ട് സേഫ് ആയിട്ടിരിക്കുന്നത് ഏറ്റവും നല്ലത്. കാരണം അവരായിരിക്കും നമുക്ക് എന്തൊരു അസുഖം വന്നാലും നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മളുടെ കൂടെ നമ്മുടെ അവസാനം വരെയാണെങ്കിലും അവരെ നമ്മുടെ കൂടെ ഉണ്ടാവുള്ളൂ. നമുക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ പോലും, അല്ലെങ്കിൽ എന്തൊരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ പോലും. അപ്പൊ അതെല്ലാം മനസ്സിലാക്കി എപ്പോഴും നല്ലത് നമ്മൾ നമ്മുടെ പാരന്റ്സിന്റെ കൂടെ തന്നെയാണ് ഇരിക്കേണ്ടതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഈ വിഷയം പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് ഇപ്പൊ സത്യം പറഞ്ഞ പുള്ളിക്കാരിയുടെ ഒരു വീഡിയോസോ അങ്ങനെ ഒന്നും കാണുന്നില്ല. പുള്ളിക്കാരി ടോട്ടലി ചേഞ്ച് ആയി പോയി. അതുകൊണ്ടാണ് ഞാൻ എന്റെ അഭിപ്രായമാണ് ഇത് പറയുന്നത്. ഇതിപ്പോ ഇനി ഞാൻ ഇവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിച്ച് പറയാൻ വേണ്ടി വന്നതല്ല. കാരണം ഇപ്പൊ ഈ പറയുന്ന ഗബ്രി ഉണ്ടല്ലോ, ഈ കിടന്ന് തന്നെ കളിക്കുന്നത്, ഇവനെ സത്യം പറഞ്ഞാൽ യാതൊരു രീതിയിൽ ഇവനെ വിശ്വസിക്കാൻ കൊള്ളത്തില്ല. ഇവൻ എത്ര നല്ല ആൾക്കാർ ഇവന് ഫാൻസ് ഉണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് ഞാൻ ആ ഷോ കണ്ടേക്കണോണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ഇത് എന്റെ അഭിപ്രായമാണ്. ഈ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാതെ ആകാം, പക്ഷെ ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിൽ വീണ്ടും കാണാം.